ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ അതേ കിച്ചണിൽ വന്ന എന്തിനാച്ചാൽ കുറച്ച് ലേറ്റായിട്ടാണ് വന്ന കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. മുട്ട കേട്ടോ, അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ടുണ്ടേ, നല്ലതായിട്ട് കലക്കിയെടുക്കാം. അത് നന്നായിട്ട് കലങ്ങി വന്നതിന് ശേഷം കല്ലിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ലെഫ്റ്റ് ഓവർ തലേദിവസത്തെ പറാട്ട അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് തിരിച്ചൊന്നിടാം. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. ചുരുട്ടിയോ അല്ലാതെ പിച്ചിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഈസി, സിമ്പിൾ, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ തലേദിവസം മഴയായിരുന്നു കേട്ടോ. രാത്രി ഇങ്ങനെ ചാറി നിന്നേ അതേ നോക്കിയേ നമ്മുടെ മുന്നോശം. തണുപ്പ് കൂടാനായിട്ടുള്ളൊരു മഴയാണ്. തണുപ്പ് കൂടാനും തണുപ്പ് കുറയാനും ഇങ്ങനെ മഴ പെയ്യും. ഇപ്പം എന്തായാലും കൂടുന്ന സമയമായിട്ട് തണുപ്പ് കൂടാനുള്ള മഴയാണ്. അമ്മ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അന്തരീക്ഷം. കുറച്ച് വൃത്തിയാവും ഈ മഴയൊക്കെ പെയ്യുമ്പോൾ. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല ഇങ്ങനെ ചെറിയ ചെറിയ ചാറ് നിന്നാൽ ഇതൊരു വെയിൽ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് വലിഞ്ഞങ്ങ് പോയി ഡ്രൈ ആവും കേട്ടോ. ഇവിടെ ഹ്യൂമിഡിറ്റി ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. പിന്നെ സൺഡേ മോർണിംഗ് രാഖിക്ക് ഓഫീസിൽ പോകണ്ടായിരുന്നു, നോക്കുന്നു സ്കൂളിൽ പോകണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അങ്ങനെ തണുപ്പും കൂടെ മഴയും. കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആ വെയിൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങ് ഡ്രൈ ആയിക്കോളും. വെയിലിന് ചൂടും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു വെട്ടേ ഉള്ളൂ. എങ്കിലും അന്തരീക്ഷം ഒന്ന് ഡ്രൈ ആയിക്കോളും, ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ട്. ലെഫ്റ്റ് ഓവർ ചപ്പാത്തി അല്ലെങ്കിൽ പറാട്ട വെച്ചിട്ട് ഞാൻ കാണിച്ച പോലെ ലെഫ്റ്റ് ഓവർ റൈസ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കി വന്ന ചോറ് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലും കൂടെ കൊടുത്ത് ആവി മാറി തുറന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് പായസച്ചോറ് പോലെ ആയി. അതിലേക്ക് ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ശരിക്കും ഈ പ്രാവശ്യം കിട്ടിയത് വെള്ള ശർക്കര കേട്ടോ. നമ്മൾ കലക്കി വരുമ്പോൾ വെള്ള കളറിൽ തന്നെ ഇരിക്കും. ചിലത് നല്ല ഡാർക്ക് കളർ തോന്നും. നമ്മുടെ നാട്ടിൽ നല്ല കറുത്ത് കരിപ്പെട്ടി ഇട്ട പോലെ കളറല്ലേ. ഇതിപ്പോൾ പക്ഷേ ഒരു വെള്ള കളർ വരും കേട്ടോ. പിന്നെ ഇൻസ്റ്റൻറ്റ് നമ്മുടെ കോക്കനട്ട് മിൽക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എത്രത്തോളം നെയ്യ് ആഡ് ചെയ്യുന്നു അത്രയും ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നെയ്യ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ശർക്കരപ്പൊടി അതുപോലെ ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൂസായി വരും കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തണുപ്പത്തും മഴയത്തും ഒക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ തണുപ്പത്ത് ശർക്കര വളരെ നല്ലതാണ് നമുക്ക്. പിന്നെ ഞാൻ തിരികെ തേങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തേങ്ങ ഉണ്ടായിരുന്നേ. അപ്പോൾ ലാസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാൽ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടെങ്കിലും തേങ്ങ ഇടുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെ വരും. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കുക. എല്ലാവരും ഓരോ സ്പൂൺ കഴിച്ചോളൂ. എൻ്റെ വക. വിളക്കിന് മുന്നിൽ വെക്കാത്തതേ നമ്മൾ ലെഫ്റ്റ് ഓവർ റൈസ് അല്ലേ, അതാട്ടോ. പിന്നെ കുക്കറും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുക്കറല്ലേ. അപ്പം അങ്ങനെയുള്ളതൊന്നും ഞാൻ വിളക്കിന് മുന്നിൽ വെക്കത്തില്ല. ഫ്രഷ് ആയിട്ട് വിളക്കിന് മുന്നിൽ വെക്കാൻ ഒരു പാത്രം ഉണ്ട്, അതിനകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവയ്ക്കാറുണ്ട്. ഇതിപ്പം നമ്മളൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയതല്ലേ. പിന്നെ നമ്മുടെ മാവൊക്കെ പുളിപ്പിക്കാൻ വെക്കുന്ന ഒരു തന്ത്രം ഇതാണ്. നമ്മുടെ ഹീറ്റർ ഉണ്ടല്ലോ, ഓയിൽ ഹീറ്റർ റൂമിൽ വെച്ചേക്കുക, അതിൻ്റെ താഴോട്ട് കൊണ്ടുവെക്കും. അത് ഒരുവിധം ആവശ്യത്തിന് പുളിച്ച് അല്ലെങ്കിൽ കുറച്ച് പൊങ്ങിയൊക്കെ വരും. ഒരുപാട് പൊങ്ങി കളയത്തൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. പിന്നെ എണ്ണയാട്ടോ തലയിൽ തേക്കുന്നത്, അതും സൈഡിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ ഉരുകി തന്നെ ഇരിക്കും. ഇന്നിവിടുത്തെ കാര്യം തണുപ്പ് പറയുവാണെങ്കിൽ മഴ പെയ്തുകൊണ്ട് തണുപ്പ് കൂടിയോന്ന് ചോദിച്ചാൽ അങ്ങനെ കൂടിയിട്ടൊന്നും ആയിട്ട് തോന്നുന്നില്ല. എങ്കിലും ഞാനൊരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കാം. നമ്മൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാധനം എടുക്കണമല്ലോ എന്ന് വെച്ചിട്ടാട്ടോ ഈ ഒരു കോലത്തിൽ നിൽക്കുന്നത്. നമ്മളിന്ന് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ കോഫി ഹൗസിൽ പോവുക. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ICH. അപ്പോൾ ഞാൻ റെഡിയായിട്ട് നിൽക്കുക. എന്താ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് വെച്ചാൽ, രാഖി അവിടെ നിന്ന് ടയറിന് കാറ്റടിക്കുക കേട്ടോ. അങ്കും ബാറ്റ്മാനെ പോലെ പറന്ന് നടക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മെഷീൻ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കാറ്റൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അടിക്കാൻ പറ്റുന്നത് ഇതാ. വലിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ പോയി അടിക്കണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കാറി കയറി അമ്മയും മെല്ലെ മെല്ലെ വന്ന് കയറുന്നുണ്ട്. അമ്മയുടെ തോളിവേദന കുറവില്ല കേട്ടോ, കൂടുന്നേ ഉള്ളൂ. ഇത് ശരിക്കും ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും. തണുപ്പും കൂടെ ആയതുകൊണ്ട് കൂടി തന്നെ വരികയാണ്. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ഫിസിയോതെറാപ്പി സ്റ്റോപ്പ് ചെയ്തു. അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ സൈഡിൽ വേനയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മുടെ പ്ലാന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് NTPC പ്ലാന്റിൽ വന്ന് നിന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരുപാട് വട്ടം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 2 പ്ലാന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. ഇത് ഗവൺമെൻറ് പ്ലാന്റാണ്, നമ്മുടെ MNC ആണ്. അപ്പോൾ നമ്മുടെ NTPC പ്ലാന്റിൻ്റെ മെസ്സാണ് ഈ കോഫി ഹൗസ് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട്, അതായത് അവരുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ സംഭവം ഉണ്ടല്ലോ, അവിടെയാണ് ഈ ICH ഇന്ത്യൻ കോഫി ഹൗസ്. ഇവിടുത്തെ PNBയിലാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത്. ശരിക്കും അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് ഈ PNB ആട്ടോ. അതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ വന്നിരുന്നിട്ട് മെനു നോക്കുകയാണ്.
ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ രീതിയിൽ പറയാം, മലയാളവും ആണല്ലോ, മലയാളീസാണ് ഇവിടെ കൂടുതലും ഷെഫ്, അതായത് കുക്കായിട്ട് നിൽക്കുന്നത്, നമുക്ക് എടുത്തു തരാനൊക്കെ ഇരിക്കുന്നത് നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം. അങ്കു ദേ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇരിപ്പുണ്ട്, അമ്മയും ദേ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, രാഖി അപ്പുറത്തോട്ട് ദേ ഇരിപ്പുണ്ട്, ഞാനും ഇപ്പുറത്തോട്ട് ഇരിപ്പുണ്ട്. ഞാൻ അങ്കുവിനെ കൊണ്ട് എന്നെ ഒന്ന് എടുപ്പിച്ചായിരുന്നു, ആരെങ്കിലും എടുത്തു തന്നാലല്ലേ എനിക്ക് എൻ്റെ മുഖം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ മെനു കേട്ടോ. നമുക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. പുതിയ മെനു ഒക്കെ വന്നു, നേരത്തെ വേറെയായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടെ ഐറ്റംസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹോട്ട് ആൻഡ് സോർ സൂപ്പ്, തണുപ്പത്ത് ആദ്യം സൂപ്പ് മസ്റ്റ് അല്ലേ. പിന്നെ വന്നേക്കുന്നത് വെച്ചാൽ ചില്ലി ഗോപിയും, ഇത് ചിക്കൻ 65 ആട്ടോ. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് അത് രണ്ടും വന്നിട്ടുണ്ട്. കാണാൻ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇത് മട്ടർ മസാലയാണ്. ഈ സമയത്ത് ഈ പച്ച മട്ടർ ഇട്ടി പൊളിച്ച് നമുക്ക് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ ബട്ടർ റോട്ടി, പെപ്പർ ചിക്കൻ, പിന്നെ ഒരു പനീർ 65 കൂടെ ഓർഡർ ചെയ്തത്. അത് വേണ്ടായിരുന്നെന്ന് വിചാരിച്ചു, ലാസ്റ്റാണ് ഓർഡർ ചെയ്ത്. ആവശ്യമില്ലാതായിപ്പോയി, വയറെല്ലാവരുടെയും നിറഞ്ഞേ. പിന്നെ അതും ഞാൻ തന്നെ ഓൾമോസ്റ്റ് കഴിച്ച് തീർക്കേണ്ടി വന്നു, കാരണം ഞാനത് ഓർഡർ ചെയ്ത്. പിന്നെ അമ്മയ്ക്കൊരു ചായയും ഞങ്ങൾ 3 പേരും സ്വീറ്റ് ലൈം ജ്യൂസും. ഇവിടെ നല്ലൊരു അക്വേറിയം ഉണ്ട് കേട്ടോ, ഒരു മിനി അക്വേറിയം. നല്ല മീനാങ്കു ഇവിടെ വരുമ്പോഴെല്ലാം ഇതുമായിട്ട് കളിക്കും. ഒരുപാട് മീനുകളും പല കളറിലെ മീൻ അവന് ഒത്തിരി ഇഷ്ടമാണ്. വീട്ടിലും വാങ്ങിച്ചു വെക്കണമെന്നുണ്ട്, പക്ഷേ പിന്നെ അത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ മീനിൻ്റെ പുറകെ നടക്കാനൊക്കെ. അതുകൊണ്ടാട്ടോ. കുഞ്ഞ് ഫിഷ് ടാങ്കൊക്കെ കിട്ടുമല്ലോ. ഇങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇന്ന് മണ്ടിയുള്ള ദിവസം ചന്ത, സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ മണ്ടി എന്ന് ഇവിടെ പറയും, മാർക്കറ്റ്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റായത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവായിട്ടുണ്ട്. കുറച്ച് അകത്തോട്ട് പോവുകയാണെങ്കിൽ കുറേ പച്ചക്കറി, അത് ഫ്രഷ് ആട്ടോ. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ നിന്നുള്ള സംഭവം, തൊട്ടടുത്ത് കിടക്കുന്ന സാധനമൊക്കെയാണ് പറിച്ച് പിച്ചി കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പോൾ അത്ര ഫ്രഷ്നെസ് ഉള്ള സംഭവമാണ്. പിന്നെ ഒത്തിരി സന്തോഷമുള്ള കാര്യം വെച്ചാൽ നമ്മുടെ കടുക് പൂത്ത് തുടങ്ങി കേട്ടോ. മെല്ലെ മെല്ലെ മുട്ടിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഫ്രഷായി, ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയല്ലേ, ഇനി വീട്ടിലേക്ക് കയറുക. ഇതെന്താണെന്നറിയാമോ? ടൂട്ടി ഫ്രൂട്ടി കേട്ടോ. രാക്കെ നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കഴിച്ചു കേട്ടോ. നമ്മുടെ പപ്പായ ആണല്ലോ, പച്ചപ്പപ്പായ കളറൊക്കെ ചേർത്ത് എനിക്കൊന്ന് ഷുഗർ സിറപ്പിൽ ഉണക്കി എടുക്കുന്നതാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പക്ഷേ ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാരയാണ്, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. രാക്കെ കുറച്ച് റെസിപ്പിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും സോക്ക് ചെയ്താലേ ആ ടേസ്റ്റ് വരത്തുള്ളല്ലോ. റമ്മിലാണ് സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്ലാതെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, റേസിൻസ്. നമ്മുടെ ചൂട് കാലത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഞങ്ങളത് കുതിർത്തി ഇങ്ങനെ ജ്യൂസ് കുടിക്കാറുണ്ട്. ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതിന് ശേഷം ഡേറ്റ്സ് ആയിട്ട് 1-2 അങ്ങനെ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ റേസിൻസ്, ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ കാണിച്ചല്ലോ ആ പേരൊക്കെ. നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, ആമസോൺ, അപ്പോൾ ആമസോണിൽ നിന്ന് വന്ന സംഭവം. പിന്നെ നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം, അതൊരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലം കേക്കിന് ഇതൊക്കെയാണല്ലോ മെയിനായിട്ട്. പിന്നെ ചെറി വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെറി ഇവിടെ അവൈലബിൾ ഒന്നുമല്ല. നമ്മൾ ഓൺലൈൻ വാങ്ങാമെന്ന് വെച്ചാൽ പിന്നെ വീണ്ടും ലേറ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അതങ്ങ് അവോയ്ഡ് ചെയ്തു. ഇനി ഇവിടെ കിട്ടുന്ന ഡേറ്റ്സ് ആണിത്. ഇവിടെ രാജസ്ഥാനിലെ ഡേറ്റ്സ് ഉണ്ട്, ഇപ്പോൾ രാജസ്ഥാനി ഡേറ്റ്സാണ്. ആദ്യം ഞങ്ങൾ പൊട്ടിച്ച് നോക്കുമ്പോൾ മുകളിൽ നല്ല ഡേറ്റ്സ് ആയിരുന്നു, അടിയിലോട്ട് വന്നപ്പോൾ അത്ര സുഖമില്ലാത്ത ഡേറ്റ്സ് ആണേ. അപ്പോൾ അതിൻ്റെ കുരു നമുക്ക് മാറ്റിയെടുക്കാം. കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ തന്നെ നല്ല മധുരം കിട്ടുന്ന സംഭവമാണ്, കാരണം ടൂട്ടി ഫ്രൂട്ടിക്ക് മധുരമുണ്ട്, നമ്മുടെ മുന്തിരിങ്ങയ്ക്ക് മധുരമുണ്ട്, ഡേറ്റ്സിനും മധുരമുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഡേറ്റ്സും കൂടെ പൊളിച്ചിട്ട് കൊടുക്കാം. ഇതാണ് ടൂട്ടി ഫ്രൂട്ടി, മിനിമൽ എന്ന കണ്ട പേര് കേട്ടോ, നല്ലതാണ്. പിന്നെ ഡേറ്റ്സ് ഞാൻ പറഞ്ഞില്ല, അടിയിലോട്ട് കേടാന്നേ. മുകളിൽ നല്ല പളുങ്ക് പോലത്തെ ഡേറ്റ്സ് ആയിരുന്നു, താഴോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ. അപ്പോൾ പറ്റിപ്പാണേ. പക്ഷെ ഇതിൻ്റെ തന്നെ വേറെ, ഇത് ഗോൾഡാണ്, കിമിയ ഗോൾഡ് എന്ന് പറഞ്ഞ്. മറ്റേത് വേറെ, അതിന് മുന്നേ അല്ലാത്തൊരെണ്ണം വാങ്ങിച്ചപ്പോൾ അത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ കിച്ചൻ ജംഗിളിൻ്റെതേ നമ്മുടെ മുന്തിരിങ്ങ, ഇവരുടെ അഫ്ഗാനിയും കിട്ടും. അഫ്ഗാനിക്ക് ഇച്ചിരി പുളിയാണ്, ഇത് നാടൻ മുന്തിരി കേട്ടോ. ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് റമ്മ. ചിലർ ബ്രാൻഡിൽ ചേർക്കുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല ക്ലിയർ ആയിട്ട്. ഇത് റമ്മാണ്. ആവശ്യത്തിന് റമ്മും കൂടെ ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ അത് സെറ്റായിട്ടുണ്ടേ. ഓറഞ്ച് പീലും വേണ്ടേ? ഗ്ലാസ് ബൗളിലാണ് ഇട്ടത്. അതിൻ്റെ അടപ്പ് പ്ലാസ്റ്റിക്, അത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് നമ്മുടെ മൈക്രോവേവിനകത്തോട്ട് വെച്ചേക്കാം. സോക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ, കാരണം അതൊക്കെ ഒന്ന് പിടിക്കണ്ടേ. മൈക്രോവേവിനകത്താകുമ്പോൾ ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയും ചെയ്യും. ഓണൊന്നും ആക്കിയിട്ടല്ല കേട്ടോ, ഓഫായി കിടക്കുന്ന സംഭവം തന്നെ. ഞാൻ ചൂടെന്ന് ഉദ്ദേശിച്ചത് അത് അടച്ച് വെക്കുമ്പോൾ പുറത്ത് ഇപ്പോൾ തണുപ്പാണല്ലോ, അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ചൂട് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.